നമസ്കാരം. നമ്മുടെ ദേശീയ ഭാഷ, രാഷ്ട്രഭാഷ എന്ന് കേട്ട് കേട്ട് നമുക്ക് മടുത്തിട്ടുണ്ട്. ദേശീയ ഭാഷയെക്കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം. ഈയിടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വാർത്തകളിൽ പലപ്പോഴും നിറയുന്ന ഒരാളാണ്, പല കാരണങ്ങളാൽ. കഴിഞ്ഞൊരു കൊല്ലമായി അദ്ദേഹം BJP മുന്നണി വിട്ടുപോകുന്നു, RJDയെ ചേർത്ത് തേജസ്വി യാദവിനെ ഉപമുഖ്യമന്ത്രിയായി ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞ് താൻ മാറിക്കൊടുക്കാമെന്നും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പലതരത്തിലും അദ്ദേഹം എപ്പോഴും വാർത്തകളിലുണ്ട്. ഇന്ത്യ എന്ന പേരിൽ ഒരു പ്രതിപക്ഷ മുന്നണി നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇന്ത്യയിൽ ഉണ്ടായി വന്നപ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്ത് വരും, അടുത്ത ഭാവി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള മട്ടിലും സംസാരം നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹം ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു കളിയെക്കുറിച്ചാണ്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്തുമാത്രം അപകടമാണ് എന്ന ചിന്ത പങ്കിടാനാണ് ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. നിതീഷ് കുമാർ ഈയിടെ വാർത്തയിൽ ഇടം പിടിച്ച ഒരു കൗതുകം നിറഞ്ഞ കാര്യം, ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ അദ്ദേഹം ഹിന്ദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ദക്ഷിണേന്ത്യയിൽ നിന്ന് ചെന്ന പലർക്കും ആ പ്രസംഗം മനസ്സിലായില്ല. അത് വളരെ ധീരമായി ഉന്നയിക്കാൻ ശേഷിയുള്ളവർ തമിഴ്നാട്ടുകാരാണ്. DMK നേതാവ്, DMKയുടെ MP ആയ TR ബാലു വളരെ ധീരമായി എണീറ്റ് നിന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, സാറേ ഇതൊന്ന് പരിഭാഷപ്പെടുത്തണം, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തമിഴ്നാട്ടുകാർ ഹിന്ദിയോട് സ്വീകരിക്കുന്ന ഒരു സമീപനം കൂടി അതുവഴി വെളിപ്പെടുത്താനും തമിഴ് മാത്രമല്ല സാംസ്കാരികമായി സംസ്കൃതത്തെക്കാളും ഉയർന്ന പാരമ്പര്യമുള്ള ഒരു ക്ലാസിക്കൽ ഭാഷയാണ് തമിഴ് എന്ന് അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ദ്രാവിഡ രാഷ്ട്രീയക്കാർ. അതിൻ്റെ കൂടി ഒരു അഭിമാനം ഒക്കെ വിജൃംഭിച്ചതുകൊണ്ടായിരിക്കണം TR ബാലു. പക്ഷേ അദ്ദേഹം ചൂടാവുകയാണ് ഉണ്ടായത്. ഇത് ഇന്ത്യയാണെന്ന് അറിഞ്ഞൂടെ, ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണെന്ന് അറിഞ്ഞൂടെ, അത് മനസ്സിലാക്കാതെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അറിഞ്ഞൂടെ, ഹിന്ദിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമറിയാതെ എങ്ങനെയാണ് നമുക്ക് ദേശത്തിന് വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ രോഷാകുലനായി നിതീഷ് കുമാർ സംസാരിച്ചു എന്നാണ് ഒരു വാർത്ത വന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് സമാനമായ കുറേ വാർത്തകൾ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തെ മുൻനിർത്തി കണ്ടതോർത്തു. മിക്കപ്പോഴും വിഷയം ഭാഷയാണ്, ഹിന്ദിയാണ്. അദ്ദേഹം ഒരിക്കൽ ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ, കേരളം പോലെ അല്ലല്ലോ, വടക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക വലിയ സംസ്ഥാനങ്ങൾക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, കൗൺസിലും ഉണ്ട്, MLAയും ഉണ്ട്, MLCയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൗൺസിൽ, ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരിക്കൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു LED ഏറ്റവും പുതിയ വികസന കാര്യങ്ങളൊക്കെ ഈ കൗൺസിലിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ നേരത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം, ഗവൺമെൻറ്റിൻ്റെ ഒരു മെസ്സേജ് ഇംഗ്ലീഷിലായിപ്പോയതുകൊണ്ട് ഇദ്ദേഹം അതിരൂക്ഷമായി പ്രതികരിച്ചു, പൊട്ടിത്തെറിച്ചു. എങ്ങോട്ടാണ് ഈ പോക്ക്? ഹിന്ദി വേണ്ടെന്നാണോ? നിങ്ങൾ ഹിന്ദിയെ നശിപ്പിക്കാനുള്ള നീക്കമാണ്. സ്വന്തം സംസ്ഥാനത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു LED മെസ്സേജ്, LED പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഇംഗ്ലീഷിലായപ്പോൾ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാകുകയും പൊട്ടിത്തെറിക്കുകയും പ്രകോപിതനാവുകയൊക്കെ ചെയ്യുന്ന ചിത്രം അതിനു മുമ്പ് കണ്ടു. അതിനു മുമ്പ് പരമ്പരയായിട്ട് ഇത്തരം വാർത്തകൾ ഞാൻ നിരന്തരം നിതീഷ് കുമാറിനെ വെച്ച് ദേശീയ മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഒരു ആശുപത്രി ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ വിളിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, സൈൻ ബോർഡ്, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയിട്ടെല്ലാം ഇംഗ്ലീഷിലാണ്. അദ്ദേഹം വലിയ തോതിൽ രോഷം കൊള്ളുകയും പ്രകോപിതനാവുകയും ഉദ്ഘാടനത്തിന് പോലും കുറച്ചു നേരം വിസമ്മതിക്കുകയും ഒക്കെ ചെയ്യുകയും വലിയ തോതിൽ അവിടെ പൊട്ടിത്തെറി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതെന്താണ്, ഈ ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ വേണ്ടേ, ആ ഭാഷയിൽ വേണ്ടേ സൈൻ ബോർഡുകൾ വെക്കാൻ എന്ന് പറഞ്ഞ ആശുപത്രിക്കകത്തെ ബോർഡുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കാർഡിയോളജി, നമ്മുടെ എന്തെല്ലാം, നമ്മുടെ ഓർത്തോപീഡിക്സ്, നമ്മുടെ പീഡിയാട്രിക്സ്, ഇതൊക്കെ പഠിച്ചു വന്നതും നമ്മൾ കേട്ടുവന്നതും ഡോക്ടർമാരുടെ ബോർഡ് വെക്കുന്നതും സർട്ടിഫിക്കറ്റും ഒക്കെ ഇംഗ്ലീഷിലാണ്. ഇദ്ദേഹത്തിന് അത് ഹിന്ദിയിലേ സഹിച്ചുകൂടൂ. ഇത്തരത്തിൽ അതുപോലെ വേറെയും അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടോ. കൂട്ടത്തിൽ ഒരിക്കൽ ഒരു കൃഷി വകുപ്പ് സംഘടിപ്പിച്ച ഒരു കാർഷിക സമ്മേളനത്തിൽ ഒരു കർഷക കുടുംബത്തിൻ്റെ പ്രതിനിധിയായി വന്ന ഒരാൾ, ഭാഗ്യത്തിന് അയാൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു ശ്രദ്ധേയമായ മീറ്റിംഗ് ആയതുകൊണ്ട് അദ്ദേഹം അവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ചു. കർഷകൻ്റെ പ്രശ്നങ്ങളും ദുരിതങ്ങളുമാണ് സംസാരിച്ചത്. ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെയാണ്
ഇത് ഈ നാട്ടിലെ കർഷകൻ്റെ പ്രശ്നമാണ്, കർഷകൻ പട്ടിണിപ്പാവങ്ങളാണ്, അവർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രോഷം കൊണ്ടു. ഞാൻ അത്തരം ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് അടുത്ത കാലത്ത് നിതീഷ് കുമാർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഈ വടക്കേ ഇന്ത്യയിലെ ഭാഷാ രാഷ്ട്രീയത്തിൻ്റെ ചിത്രത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി ആവശ്യമുള്ള പോലെ ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരുമിച്ച് സംസാരിക്കുകയും തരാതരം പോലെ ആ ഒരു വേദിക്കനുസരിച്ചൊക്കെ ഏത് ഭാഷയിലും സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസത്തെയും വാർത്തകൾ പങ്കിടുന്നത്. അതേസമയത്ത് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏത് ഭാഷയിലും 22 ഔദ്യോഗിക ഭാഷകൾ സംസാരിക്കാം. ഏത് ഭാഷയിൽ സംസാരിച്ചാലും അതപ്പോൾ തന്നെ വളരെ കമ്പ്യൂട്ടർ വൽകൃതമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ ഫോണുകളിൽ കിട്ടാൻ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങൾക്കും സൗകര്യമുണ്ട്. ഇതൊക്കെ സൗകര്യമുള്ളപ്പോഴും ഹിന്ദി തന്നെ മതി എന്ന് വാശി പിടിക്കുന്ന ഏത് കാലത്താണ്? എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിതീഷ് കുമാർ എന്ന വന്യവയോധികനായ നേതാവ് പഴയ രാം മനോഹർ ലോഹിയുടെ ശിഷ്യനാണ്, പഴയ ഗജവീർ ഈ സോഷ്യലിസ്റ്റ് സിംഹങ്ങളുടെ പാത പിന്തുടർന്ന് വന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് സോഷ്യലിസ്റ്റുകൾ വന്ന് ഇന്ത്യയിൽ അവരുടെ ദേശീയ രാഷ്ട്രീയ ബോധം പോലും തകർന്ന് ഏറെക്കുറെ അവർ പ്രാദേശികമായ കൊച്ചു കൂടാരങ്ങളായി മാറി സമ്പൂർണ്ണമായി ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് പോലും ഇല്ലാതായി തീർന്നത് എങ്ങനെ എന്നുകൂടി ആലോചിക്കാൻ ഈ നിതീഷ് കുമാറിൻ്റെ പുതിയ വെളിപാടുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നിതീഷ് കുമാറിൻ്റെ പാർട്ടി ജയപ്രകാശ് നാരായണൻ്റെ, അതുവഴി രാം മനോഹർ ലോഹിയുടെ, ഇപ്പോൾ ബീഹാറിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ കർപ്പൂരി ഠാക്കൂറിൻ്റെ ശിഷ്യനാണെന്ന് പറയാം. കർപ്പൂരി ഠാക്കൂർ ജീവിച്ച കാലത്ത് ഭാഷാ സങ്കല്പം ഇപ്പോഴും ഒരു പ്രേതം പോലെ ആത്മാവിലേറ്റി നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് ബാധിച്ച അപകടം എന്ന് ഞാൻ വിചാരിക്കുന്നു. കർപ്പൂരി ഠാക്കൂറാണ് 1967 കാലത്താണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ബീഹാറിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ബീഹാറിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്താണ് ഒരു നിയമം കൊണ്ടുവന്നത്. ഇന്നും ആ നിയമം തിരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമം കേട്ടാൽ ഇന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനക്കാർക്കൊക്കെ വല്ലാത്ത കൗതുകം തോന്നും. നിയമം എന്താണ്? ഇംഗ്ലീഷ് ഒരു പേപ്പർ പോലും പഠിക്കാതെ എഴുതാതെ മെട്രിക്കുലേഷൻ പരീക്ഷ, നമ്മുടെ SSLCക്ക് തുല്യമായ പരീക്ഷ ബീഹാറിൽ ഇപ്പോഴും പാസ്സായി വരാം. ഇംഗ്ലീഷ് ഒരു അക്ഷരം പഠിക്കാതെ, ഒരു പേപ്പർ എഴുതാതെ. അപ്പോൾ ഇംഗ്ലീഷിനോടുള്ള വിരോധം അങ്ങനെയാണ്. അത് ഇന്നും നിലനിൽക്കുന്നു എന്നൊന്ന് ഓർത്തു നോക്കൂ. അതാണ് ഇംഗ്ലീഷ് ഹഠാവോ എന്നൊക്കെയുള്ള മുദ്രാവാക്യം മുഴങ്ങിയിരുന്നൊരു കാലമുണ്ട്. ഇംഗ്ലീഷ് കൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടൂല എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. ഇന്നത്തെ ചിത്രം എന്താണ്? ഇന്ന് ഇംഗ്ലീഷ് ഹഠാവോ എന്നല്ല, ഇംഗ്ലീഷിനെ നമ്മൾ സ്വന്തമാക്കൂ എന്നാണ്. ഇംഗ്ലീഷിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ ഇംഗ്ലീഷ് കൊണ്ട് പണി കിട്ടൂല എന്ന് പറഞ്ഞിരുന്നൊരു കാലമല്ല, ഇംഗ്ലീഷ് കൊണ്ട് നമ്മുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും എന്ന് ബോധ്യമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് ഭാഷാ സങ്കല്പങ്ങൾ മാറി വരേണ്ടതുണ്ട്, മാറിയേ തീരൂ. അതുകൊണ്ട് ഈ ഒരു കാലം എങ്ങനെയാണ് നരേന്ദ്രമോദി രാജ്യത്തെ, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ രാജ്യത്തെ വലിയ തോതിൽ പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ ലോകമൊട്ടാകെ ഇന്ത്യയുടെ ഒരു പുതിയ നവീനമായ മാതൃക 2030 ഒരു പുതിയ ഇന്ത്യ, ഒരു വലിയ തോതിൽ സാങ്കേതികമായി വികസിച്ചൊരു ഇന്ത്യ, ലോകത്തിന് മാതൃകയായ ഒരു ഇന്ത്യ, ഒരു ഗ്ലോബൽ മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നരേന്ദ്രമോദിക്ക് ബദലാകാൻ വരുന്നവർ ഇത്തരം വളരെ അറുപിന്തിരിപ്പൻ നയവും നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഭാഷ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഭാഷയോട് ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ അവർക്ക് സ്വായത്തമാക്കാൻ നിവൃത്തിയില്ലാത്ത കാലത്ത് ഇംഗ്ലീഷ് ഭാഷ വിദേശത്ത് പോയി പഠനം നടത്തിയ ഏതാനും സമ്പന്നന്മാരുടെ ഒരു വരേണ്യവർഗത്തിൻ്റെ മാത്രം ഭാഷയായിരുന്ന കാലത്ത് ഇംഗ്ലീഷ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല, അതുകൊണ്ട് സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ചാൽ മതി എന്ന് അന്ന് സോഷ്യലിസ്റ്റുകൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നാലോചിക്കണം. ഇന്ന് ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലെ മിക്കവാറും എല്ലാ 3-4 ലോക രാജ്യങ്ങളിലും ഇംഗ്ലീഷ് ഒരു ജനകീയ ഭാഷയായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടിയ മനുഷ്യർക്ക്, നല്ല വിദ്യാഭ്യാസം കിട്ടിയ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ നാട് വിട്ടു പോകേണ്ടതുണ്ട്. അതുകൊണ്ടൊരു ആഗോള ഭാഷ അനിവാര്യമാണ്. അതുകൊണ്ട് ആഗോള ഭാഷയെ വലിയ തോതിൽ പുണരുകയും ഇംഗ്ലീഷ് ഭാഷയുടെ പ്രചാരണത്തിന്, ആഗോള ഭാഷയായ ഇംഗ്ലീഷ് മാത്രമല്ല, ചൈനീസ്, അറബിക് തുടങ്ങിയ ഭാഷകൾക്കും ഇതേ പ്രാധാന്യം, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾക്ക് ഇതേ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ പ്രാദേശികമായ മാതൃഭാഷ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ലോകത്തല്ല നമ്മളുള്ളത്. പുതിയ ലോകത്തെ
ആഗോള ഭാഷകളെ ലോകം വലിയ തോതിൽ സ്വന്തമാക്കുകയും ആ ഭാഷകളുടെ പ്രചാരണത്തിന് വേണ്ടി ലോകത്തിലെങ്ങുമുള്ള ഇംഗ്ലീഷ് സർവകലാശാലകൾ ഇന്ത്യയിലെല്ലാം ഓഫ് ക്യാമ്പസുകൾ തുടങ്ങുകയും ആ ക്യാമ്പസുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ ആവേശപൂർവ്വം പഠിച്ചുകൊണ്ടിരിക്കുകയും ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റികളിലും ചെന്ന് ഇംഗ്ലീഷിൽ വലിയ തോതിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും ഏത് കോർപ്പറേറ്റ് കമ്പനികളുടെയും തലപ്പത്തിരിക്കാനും നമ്മുടെ കുട്ടികൾ ശേഷി നേടുന്ന കാലത്താണ് ഇന്ത്യയിലെ ഒരു ദേശീയ നേതാവായി വളർന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇദ്ദേഹം നിതീഷ് കുമാർ എന്ന നേതാവ് ഏതോ ഭൂതകാലത്തേക്ക് ഇന്ത്യക്കാർക്ക് ഇന്ന് ഒരു കാരണവശാലും തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തൊരു ഭൂതകാലത്തേക്ക് ബീഹാറിനെ തിരിച്ചു വിളിക്കുന്നത് ഈ സങ്കുചിതമായ മുദ്രാവാക്യവുമായിട്ടാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോലും അദ്ദേഹമാണ് സാധ്യതയുള്ളത് എന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്ലാൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത്യന്തം അപകടകരമായ നിലപാടാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചു വന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ചുവടുമാറ്റങ്ങളും കാലുമാറ്റങ്ങളും ഒക്കെ എന്തു തന്നെയായിരുന്നാലും ഇന്ത്യയുടെ പുരോഗതിയെ ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഭാഷയോട് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട്. ഭാഷാസങ്കല്പം വളരെ കൃത്യമാണ്. മാതൃഭാഷയെ എല്ലാവരും ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. നമ്മുടെ ത്രിഭാഷാ സങ്കല്പം എന്തുമാത്രം ശരിയായ പാതയിലാണ് മുന്നേറുന്നത് എന്ന് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. നമ്മുടെ മാതൃഭാഷ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രഭാഷ എന്ന നിലയിൽ ഹിന്ദി രാഷ്ട്രഭാഷ മാത്രമല്ല, ലോകത്തിൻ്റെ 1/3 സഞ്ചരിക്കാൻ ഹിന്ദി, ഉറുദു എന്ന ഇരട്ട ഭാഷകൾ, ട്വിൻ ഭാഷ, അത് രണ്ടും സ്വന്തമാക്കിയാൽ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഹിന്ദിയെ അവഗണിക്കുന്നില്ല, നമ്മൾ മാതൃഭാഷയെ അവഗണിക്കുന്നില്ല. മാതൃഭാഷ നമ്മുടെ അമ്മയുടെ ഭാഷ, അല്ലെങ്കിൽ അമ്മയെപ്പോലെ നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് പ്രിയപ്പെട്ട ഭാഷയാണ്. അതിനെ അവഗണിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ദേശീയ ഭാഷ എന്ന നിലയിൽ ഹിന്ദി തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കൂടെയുണ്ട്. എന്നാൽ ഒരു ആഗോള ഭാഷ ദേശത്തെയും മറികടന്ന് മുന്നേറാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നൊരു ഭാഷയാണ്. ആ ഭാഷയ്ക്കെതിരായി സംസാരിക്കുന്നവർ ആരാവട്ടെ, ഏത് വലിയ നേതാക്കന്മാരാകട്ടെ, അത് രാജ്യത്തിന് അപകടമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നിതീഷ് കുമാറിൻ്റെ ഏതെല്ലാം രാഷ്ട്രീയ നയങ്ങളോട് യോജിച്ചാലും അദ്ദേഹത്തിൻ്റെ ഭാഷാ സങ്കല്പത്തോട് ഒരു കാരണവശാലും പുതിയ തലമുറയും പുതിയ രാജ്യവും പുതിയ സമൂഹവും യോജിക്കാൻ പാടില്ല. രാഷ്ട്രീയ കേരളം വലിയ ജാഗ്രതയോടെ ഈ സങ്കുചിതമായ ഭാഷാ മനസ്സുള്ള നേതാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.